നമ്മളിപ്പോ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നേരെ പ്ലേ സ്റ്റോറിലാണ് പോവുക അല്ലെ, ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന്. എന്നാൽ ചില സമയത്ത് ഈ പ്ലേ സ്റ്റോർ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ഉദാഹരണം പറയാം, നിങ്ങളെ ഫോൺ കുട്ടികൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? ഒരുപാട് ഗെയിമുകളൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും, ഫോണിന്റെ സ്പീഡ് കുറയും. പ്രത്യേകിച്ച് ഹെവി ഗെയിമുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫോണിന്റെ സ്പീഡ് പറ്റ കുറയും. ചില ഫോണിന്റെ എല്ലാവരും നല്ല ഫോണൊന്നല്ല ഉണ്ടാവുക, ബഡ്ജറ്റ് ഫോണൊക്കെ ഉണ്ടാവുക. അങ്ങനെ അന്നേരം എന്ത് ചെയ്യും? ഈ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ ഈ പ്ലേ സ്റ്റോർ ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ്. നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്യാനാകില്ല. എന്നാൽ നമ്മളെ ഫോണിൽ അത് കാണരുത്. ഈ പ്ലേ സ്റ്റോർ ഒഴിവാക്കി കളയണം. അതുപോലെ നിങ്ങളെ ഫോണിൽ പ്ലേ സ്റ്റോർ നോക്കി നടന്നിട്ട് കാണുന്നില്ലെങ്കിൽ അത് എവിടെ ഉണ്ടാവുക? അത് തിരിച്ചും എടുക്കണ്ടേ? ഇതിന് രണ്ടിനുള്ളൊരു സൊല്യൂഷനാണ് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. നമുക്ക് ആദ്യം പ്ലേ സ്റ്റോർ എങ്ങനെ ഒഴിവാക്കാം ഫോണിൽ നോക്കുക. അതിനുശേഷം ഇല്ലാത്ത പ്ലേ സ്റ്റോർ എങ്ങനെ തിരിച്ചെടുക്കാം നോക്കുക. എന്നാണ് തൽക്കാലത്തേക്ക് പ്ലേ സ്റ്റോർ ഫോണിൽ നിന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ആ പ്ലേ സ്റ്റോറിന്റെ ഐക്കൺ ഉണ്ടാകില്ലേ ഫോണിൽ, അതുമിലൊന്ന് ലോങ് പ്രസ് ചെയ്യുക. അതിൽ കുറേ ഓപ്ഷൻസ് വരും. അതിൽ ഒരു ഐ ബട്ടൺ ഉണ്ടാവും. ചില ഫോണിൽ ആപ്പ് ഇൻഫോ എന്നാണ് ഉണ്ടാവുക. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും. ഇവിടെ ഇത് സാംസങ്ങിന്റെ ഫോണാണ്. ഇതിൽ താഴെ ഓപ്പൺ, ഡിസേബിൾ, ഫോഴ്സ് സ്റ്റോപ്പ് ഇങ്ങനെ കാണുന്നുണ്ടല്ലേ. ചില ഫോണിൽ മേലെ ഉണ്ടാവുക ഡിസേബിൾ, ഫോഴ്സ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും മേലെ തന്നെ. ഇതിൽ താഴെയുള്ളു. എവിടെയായാലും ഈ ഡിസേബിൾ എന്നുള്ളിടത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഒരു പോപ്പപ്പ് വരും, ഡിസേബിൾ ആപ്പ് കൊടുത്ത് കണ്ട. ഇനി നമ്മൾ ഫോണിൽ എവിടെ നോക്കി നടന്നാലും ആ പ്ലേ സ്റ്റോർ കാണൂല. പ്ലേ സ്റ്റോർ ഒരു സ്ഥലത്ത് ഉണ്ടാവില്ല. അതവിടെ ഡിസേബിൾ ആക്കി കഴിഞ്ഞ് ഇനി നമുക്കിത് തിരിച്ചെടുക്കണേ എന്താ ചെയ്യേണ്ടതെന്നല്ലേ? അതിനും പെട്ടെന്ന് കഴിയും. നിങ്ങളെ ഫോണിന്റെ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സ് പോയിട്ട് ആപ്ലിക്കേഷൻ മാനേജറിലേക്ക് പോവുക. ആപ്സ് എന്ന് കാണും. ആപ്സ്, ഈ ആപ്സ് എടുത്തിട്ട് അതിൽ താഴെ ഭാഗത്തേക്ക് പോയാൽ പ്ലേ സ്റ്റോറിന്റെ ഐക്കൺ കാണാം. ഇവിടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നില്ലേ? അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡിസേബിൾ ചെയ്തില്ല നേരത്തെ, അതിന് പകരം എനേബിൾ എന്നുള്ള ബട്ടൺ ഉണ്ടാവും. ചില ഫോണിൽ മേലെ ഉണ്ടാവുക, ചില ഫോണിൽ താഴെ ഉണ്ടാവും. ഈ എനേബിൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അത് ഓപ്പൺ ആയി. കണ്ട, അതിപ്പം ഫോണിൽ തിരിച്ച് വന്നിട്ടുണ്ടാവും. നമ്മൾ നോക്കുക, എന്താ പ്ലേ സ്റ്റോർ ഇവിടെ വന്നുണ്ടോ? അത് നമുക്ക് ഹോം സ്ക്രീനിലേക്ക് ഇങ്ങനെ അടക്കമുണ്ടാക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിക്കിന്റെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്കും. നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.